എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ബിഗ് ബോസ് അഗ്നി പരീക്ഷയിൽ പൂജ ഔട്ടായിട്ടുണ്ട് കേട്ടോ. വന്നപ്പം തന്നെ അലമ്പ് കാണിച്ച് കുറ്റങ്ങൾ മാത്രം പറഞ്ഞ പൂജ ഔട്ടായിട്ടുണ്ട്. അപ്പം പൂജ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കും. ഇതിലിപ്പോൾ എനിക്കിത് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. പൂജ എല്ലാവരും കുറ്റം കണ്ടുപിടിക്കുകയാണ്. സ്വന്തം തെറ്റു മറിച്ചുകൊണ്ട് കുറ്റം കണ്ടുപിടിക്കണം. വന്നിട്ട് ഇങ്ങനെ കിടന്ന് മെഴുകേണ്ട എന്താവശ്യമാണുള്ളത്? പൂജയെ ഓൾറെഡി നമ്മളൊരു മത്സരത്തിന് പോകാം, അതിൻ്റെ നാക്കിനും കാര്യത്തിനും നിൽക്കാണ്ട് അവിടെ ചെന്നിട്ട് വലിയ ഷോ കാണിച്ചിട്ട് പൂജയുടെ വിചാരം എന്തുവാ? ബിഗ് ബോസിൽ ചെന്ന് കഴിയുമ്പം അനീഷും അല്ലെങ്കിൽ അവരൊക്കെ അലറുന്നതിൻ്റെ കൂട്ട് ഈ ഓഡിഷൻ ചെന്നിട്ട് അലറാമെന്ന് വിചാരിച്ചു. അതൊക്കെ ഒരു ബിഗ് ബോസിൽ ഉള്ളിൽ കയറിയിട്ട് വേണ്ട ഇതൊക്കെ ചെയ്യാൻ. ബിഗ് ബോസിൽ ആദ്യം എൻട്രൻസ് കിട്ടട്ടെ, എന്നിട്ട് വേണ്ടേ എൻട്രി കിട്ടട്ടെ, എന്നിട്ട് വേണ്ട ഇത് കിടന്നിട്ട് പറയാൻ വേണ്ടി. അത് ജഡ്ജസിനെ വെറുപ്പിച്ചുകൊണ്ട് എന്തിനാണെന്ന് അറിയില്ല. ഓവർ കോൺഫിഡൻസും ഓവർ റിയാക്ഷനും അത് പാടുള്ളത്. അത് ഓക്കെ, ഓവർ റിയാക്ഷനും ഓവർ കോൺഫിഡൻസും ഒക്കെ കാണിച്ചുള്ളൂ. പക്ഷെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടല്ല കാണിക്കേണ്ടത്. അപ്പം മറ്റേ പൂജ ആദ്യത്തെ പൂജ താക്കോൽ കീ തുറക്കാൻ പറ്റാത്തതിന് കരഞ്ഞു. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കായാലും കരച്ചിട്ടുണ്ട്. അവസരം കിട്ടിയിട്ട് നഷ്ടപ്പെടുക, എനിക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നൊരു സംഭവമാണ്. അവസരം കിട്ടിയിട്ട് നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ അവസരം കിട്ടിയിട്ട് നഷ്ടപ്പെടാതെ ആ സമയത്ത് കരഞ്ഞതാണ്. അതുമല്ല, പെണ്ണിൻ്റെ ക്ലൂ ഉണ്ടായിരുന്നു, ഇത് പണ്ട് പറയത്തില്ലായിരുന്നു ആൾക്കാർ, കരയുന്ന കുഞ്ഞിനെ പാലില്ലെന്ന് പറയത്തില്ല. ഈ പൂജ എന്തുകൊണ്ട് കരഞ്ഞില്ല? ആ പൂജ കരഞ്ഞ് കാര്യം സഹായിച്ചു. അതിനകത്ത് ഇവിടെ കിടന്നിട്ട് പിന്നെ വന്നിട്ട് കരഞ്ഞിട്ടോ പിടിച്ചിട്ടോ കാര്യമില്ല. അവസരങ്ങൾ ആ സമയത്ത് മുതലാക്കാൻ പഠിക്കണം. അല്ലാതെ ചുമ്മാ കിടന്നിട്ട് കരഞ്ഞല്ല വേണ്ടത്, ഇല്ലേ? രണ്ടാമത്തെ കാര്യം, പൂജക്ക് എൻട്രി വന്നോടനെ സ്റ്റേജിൽ ഓൾറെഡി ഇവർക്കൊരു ചാൻസ് കിട്ടി വന്നോടനെ തന്നെ പറഞ്ഞു മെഴുകി പൂജയുടെ മണ്ടക കുറ്റം ചേർത്ത്. ഓക്കെ, നോ പ്രോബ്ലം. അത് ആ സമയത്ത് സംഭവിച്ചാന്ന് പറയാം. ജഡ്ജസിനെ വെറുപ്പിച്ചു. രണ്ടാമത്തെ കാര്യം, അതും പോട്ടെ, മറ്റേ രാജേഷോ പുള്ളിക്കാരൻ്റെ മറ്റേ ക്യൂബ് താഴെ വീണ് ഈ പെണ്ണിൻ്റെ ഈ പൂജയുടെ ഇതിലോട്ടാണ് വീണത്. അപ്പം അതും അറിഞ്ഞുകൊണ്ടാന്ന് പറയുകയെന്ന് വെച്ചാൽ അന്നേരം തൊട്ട് കുറ്റം പറയാം. ഓക്കെ, അതൊക്കെ സ്റ്റേജ് വെച്ച് സംഭവം. ഇത് വെളിയിൽ വന്നിട്ട് ഔട്ടായി വന്നിട്ട് പിന്നെ അതിനൊരു ക്ലാരിഫിക്കേഷൻ, മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കുക എന്ന് പറയുന്നൊരു സംഭവം അംഗീകരിച്ചു തരാൻ പറ്റുന്ന സംഭവമല്ല പൂജ. ഓക്കെ, നമുക്ക് വിഷമമുണ്ട്. നമ്മൾ നമ്മളൊരു മത്സരത്തിന് പോകുമ്പോൾ അതിൻ്റെ ഒരു നാക്കിനും രീതിക്കൊക്കെ നിൽക്കണം. നമുക്ക് ഓവർ കോൺഫിഡൻസും പാടില്ല, ഇരിക്കാനും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണം. പക്ഷെ അത് ജഡ്ജസിനെ വെറുപ്പിച്ചു. ഇപ്പം നമുക്ക് ജഡ്ജസ് വെറുപ്പീരായിട്ടൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അത് ചിലപ്പം അതിൻ്റെ ഒരു സ്ട്രാറ്റജി അതായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ പൂജ ഇങ്ങനെ മെഴുകേണ്ട ഒരു ആവശ്യവുമില്ല. പൂജ എന്തുവാനും തൊപ്പിയിട്ടു. നാളെ ഞാനും തോറ്റു, ഇപ്പം ഞാനും അപ്ലൈ ചെയ്ത് ഞാനും തൊപ്പിയിട്ടു. ഇനി ചിലപ്പം ഇനിയുള്ളൊരു അവസരത്തിൽ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ പൂജയെ വിളിക്കുമായിരിക്കും. നല്ലൊരു ഫേമസ് ആയിട്ട് നല്ലൊരു യൂട്യൂബറോ നല്ലൊരു ഫേമസ് ആയി വന്നാൽ ചിലപ്പം അടുത്ത പ്രാവശ്യം ഈ അഗ്നിപരീക്ഷയോട് അല്ലാതെ ഡയറക്റ്റ് ചിലപ്പം ഓഡിഷന് വിളിച്ചെന്നിരിക്കും, ചിലപ്പോൾ എടുത്തുനിന്ന് ഇരിക്കും. അപ്പം ഇതൊരു ചാൻസ് ആയിട്ട് കാണുക. ഞാൻ എത്ര പ്രാവശ്യം കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ബിഗ് ബോസിൽ പോകണമെന്ന്. ഇതുവരെയായിട്ട് എനിക്കത് പറ്റിയിട്ടില്ല. മനസ്സിലായോ? ഒരുപാട് നാളും കൊണ്ട് ഞാൻ ആഗ്രഹിക്കും. ഞാൻ ഇപ്രാവശ്യം ഇപ്രാവശ്യം എനിക്ക് ഭാഗ്യം കിട്ടി. പക്ഷെ ഞാൻ അപ്ലൈ ചെയ്തു, അത് റിജക്റ്റുമായി. അപ്പം പൂജയെ പോലുള്ള പല ആൾക്കാരും ക്ലാരിഫിക്കേഷന് വരുന്നുണ്ട്. പക്ഷെ അത് ഒരു മത്സരത്തിൻ്റെ രീതിയിൽ കാണുക. അവസരം നമ്മുടെ കഴിവുകൊണ്ട് മാത്രം, ഇതിനൊരു ഭാഗ്യം കൂടെ ഒക്കെ വേണം. എന്നാൽ മാത്രമേ ഇതൊക്കെ കിട്ടത്തുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഇപ്പം തന്നെ ഓൾറെഡി നാലാൾ അറിയുന്ന ഒരാളായി, ഇപ്പം തന്നെ ഫേമസ് ആയി, ഇല്ലേ? അതുപോലെ തന്നെ ഇനി വീണ്ടും നല്ലൊരു അവസരങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത്രയോടെ എനിക്കിത് പറയണമെന്ന് തോന്നി. കുറേയൊക്കെ പറയണമെന്നുണ്ടെന്ന് വേണമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.